ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് നമ്മുടെ സഹായത്തിനായി നമ്മുടെ കൂടെ ഉള്ളത് വിശ്വരാജാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് എക്സസൈസാണ്. ഇനി ഫസ്റ്റ് എക്സസൈസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ജോയിൻ്റ് റൊട്ടേഷൻ ചെയ്യാണ്. 1 2 3 4 5 pose 1 2 3 4 5 exchange 1 2 3 4 5 release 1 2 3 4 5. ഇനി അടുത്ത എക്സസൈസ് ഈ കൈയിൻ്റെ ജോയിൻറ്റിങ്ങനെ മടക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ആൻഡ് പുഷപ്പ് ആണ്. ഓപ്പൺ പുഷപ്പ് ഇനി നമ്മൾ അടുത്ത എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതേപോലെ ഗ്രൗണ്ടിൽ കടന്നിട്ട് ഷോൾഡർ ലെവലിൽ കൈ വെക്കുക. കാലിൻ്റെ മുട്ട് രണ്ടും മടക്കിയിട്ട് ഇത് പൊന്തി വയ്ക്കും. ഇതേപോലെ വെക്കണം. ഇതിനാണ് ആർച്ച് ബെൻഡ് എന്ന് പറയും. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമിൽ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ആർച്ച് ബെൻഡിൽ ഇരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരാളിവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഡൗൺ നമ്മൾ പോണത്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം നേരെ വന്നിട്ട് എണീറ്റ് ഇരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പം നമ്മളെ കൈയൊന്ന് ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തിട്ട് എണീക്കുക. അത് എങ്ങനെ ചെയ്യണം നോക്കാം. കിക്കപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതേപോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യുക, ഒരാൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ ബെഡ് വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കിക്കപ്പിന് തന്നെ ഗ്രൗണ്ട് അപ്പ് എന്നും അപ്പ് ഷോട്ട് എന്നും പറയലുണ്ട്. പിന്നെ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഇത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് വരെ പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ ഒന്നും ചിലപ്പോൾ ഇത് പഠിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുന്നത് വരെ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ വഴി വീണ്ടും കാണാം.